ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല്ല് ക്ലീനിങ്ങിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേഷ്യൻസിനുള്ളൊരു ഡൗട്ടാണ്, ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ചോദിക്കുന്ന ഡൗട്ടാണ്. ഡോക്ടർ, എൻ്റെ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പല്ല് പൊട്ടിപ്പോകുമോ, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിൽ എൻ്റെ പല്ല് ഇനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെ ഞാൻ ഡോക്ടർ സ്നേഹ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല്ല് ക്ലീനിങ്ങിനെ കുറിച്ചിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നൊരു ഡൗട്ടാണ് എൻ്റെ പല്ല് ക്ലീൻ ചെയ്ത് പല്ല് പൊട്ടിപ്പോകുമോ ഇനാമൽ പോകുമോ എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പല്ലിൽ അഴുക്ക് അടിഞ്ഞു കൂടുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. 2 ടൈപ്സ് ഓഫ് അഴുക്കുണ്ട്. ഒന്ന് പ്ലേക്കും, അതുപോലെ തന്നെ രണ്ടാമത്തേത് കാൽക്കുലസും. പ്ലേക്ക് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അഴുക്കാണ്. നമ്മൾ പല്ലിൽ ഡെയിലി ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും റിമൂവ് ആയി പോകും. അതിനെയാണ് നമ്മൾ പ്ലാക്ക് എന്ന് പറയുന്നത്. ഈ പ്രോപ്പറായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ഈ പ്ലാക്ക് അടിഞ്ഞുകൂടി ഒരുപാട് നാളാകുമ്പോഴത്തേക്കും അതൊരു കട്ടിയുള്ളൊരു വസ്തുവായിട്ട് മാറും. അതിനെയാണ് നമ്മൾ കാൽക്കുലസ് എന്ന് പറയുന്നത്. ഈ കാൽക്കുലസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ബ്രഷിങ്ങിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ആ ഒരു ടൈമിലാണ് നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങളുടെ പല്ല് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ പല്ലിൻ്റെ മാർജിൻസിലൊക്കെ ഒരു വൈറ്റ് കളറായിട്ടുള്ള ഒരു കട്ടിയായിട്ടുള്ള ഒരു വൈറ്റ് കളർ ഒരു വസ്തു ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കാൽക്കുലസ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിലാണ് നമ്മൾ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ 6 months കൂടുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ കാൽക്കുലസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ സ്മോക്ക് ചെയ്യുന്നവരിലൊക്കെയാണ്. അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും നമ്മളൊരു സ്മോക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ പാൻ മസാല അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൽ സ്റ്റെയിൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള കുറേ സ്റ്റെയിൻസ് പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് 6 months കൂടുമ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി പല്ല് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതിരുന്നാൽ എന്തൊക്കെയാണ് കോൺസിക്വൻസസ് എന്ന് നോക്കാം. ഒന്നാമത്തെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ വായനാറ്റമാണ്. ബാഡായിട്ടുള്ള ഒരു സ്മെല്ല് നമ്മുടെ വായിലുണ്ടാകും. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രഷ് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ ബ്ലീഡിങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഈ പല്ല് നമ്മൾ ക്ലീൻ ചെയ്യാത്തതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കാലക്രമേണ നമ്മുടെ മോണയുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കും. അതായത് മോണ ഇറങ്ങുകയും അതുവഴി നമ്മുടെ എല്ലിൻ്റെ തേയ്മാനം വരികയും എല്ല് തേയ്മാനം വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമ്മുടെ പല്ലിന് അവിടെ നിൽക്കാനുള്ള കാരണം ഈ പല്ല് നമ്മൾ നിർത്തിയിരിക്കുന്നത് ആ ഒരു എല്ലിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ എല്ല് കാലക്രമേണ തേഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ആ പല്ലിന് അവിടെ നിൽക്കാനുള്ള ആ ഒരു ആരോഗ്യം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ട് പല്ല് ആടി തുടങ്ങുകയും അതുവഴി പെർമനൻ്റ് ആയിട്ട് നമ്മുടെ പല്ല് ലോസ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, പല്ല് ക്ലീൻ ചെയ്തതിനാൽ പല്ല് പൊട്ടിപ്പോകുമോ, ഇനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ. ഒരിക്കലുമില്ല. നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്നത് അൾട്രാസോണിക് സ്കെയിലർ എന്നാണ്. ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ അൾട്രാസോണിക് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പല്ലിന് പുറത്ത് പിടിച്ചിരിക്കുന്ന അഴുക്കിനെ മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. പല്ലിനെ നശിപ്പിക്കാനോ പല്ല് പൊട്ടിക്കാനോ ഉള്ള ശക്തിയൊന്നും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിന് ഇല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ കുറച്ച് പേരിൽ വരുന്നൊരു കേസാണ്, കുറച്ച് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഈ പല്ല് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ പല്ല് കൂടുതലായിട്ട് ആടി തുടങ്ങിയത്, അതുപോലെ തന്നെ പല്ലിനിടയിൽ ഗ്യാപ്പ് വന്നു എന്നുള്ളതൊക്കെ. ഈ ഒരു കേസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ കേസ് വരുന്നവർ ഒരുപാട് നാളുകളായിട്ട് പല്ല് ക്ലീൻ ചെയ്യാത്തവരായിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പല്ലിൽ ഓട്ടോമാറ്റിക്കലി പല്ല് ആടി തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് നേരം ക്ലീൻ ചെയ്യാതിരുന്നാൽ ആ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ വേരിലോട്ട് ഇറങ്ങുകയും അതുവഴി എല്ല് തേയ്മാനം വരികയും പല്ല് ആടി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരുപാട് നാളായിട്ട് ഇവർ ക്ലീൻ ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു പല്ലിനാട്ടം വന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഈ കാൽക്കുലസ് വന്ന് അടിഞ്ഞുകൂടി അതിങ്ങനെ പിടിച്ചു നിർത്തിയേക്കുമായിരിക്കും. അതുപോലെ അപ്പോൾ ഈ പല്ലിനിടയിൽ ഉണ്ടായ ഗ്യാപ്പിലൊക്കെ ഈ കാൽക്കുലസ് വന്ന് അടിഞ്ഞുകൂടും. അപ്പോൾ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഒരുപാട് ഒരു ക്രോണിക് സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോഴായിരിക്കും ഡോക്ടേഴ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു പല്ലിൻ്റെ ഗ്യാപ്പും അതുപോലെ തന്നെ പല്ലിനുണ്ടായ മൊബിലിറ്റി അല്ല ഒരു ആട്ടവും ഒക്കെ നമുക്ക് ആ ഒരു ടൈമിലായിരിക്കും വിസിബിൾ ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനൊരു സിറ്റുവേഷൻ പറഞ്ഞത്. പല്ലിന് ഗ്യാപ്പ് ഉണ്ടാവുകയും പല്ലിനാട്ടം അതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കാൽക്കുലസ് വന്ന് അടിഞ്ഞു കൂടുമെന്ന് നമുക്കത് മനസ്സിലാവുന്നത്. അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും അത് വിസിബിളായിട്ട് കാണുക. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുക.
പിന്നെ കുറച്ച് പേർക്കുള്ളൊരു ഡൗട്ടാണ് പല്ല് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ പല്ല് പുളിപ്പുണ്ടാവുമോ എന്നുള്ളത്. ചില പേഷ്യൻസിന് പല്ല് പുളിപ്പ് ഉണ്ടാവാറുണ്ട്. അത് ടെമ്പററി ആയിട്ട് മാത്രമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറേണ്ടതാണ്. പിന്നെ കുറച്ച് പേർക്ക് മാത്രമാണ് ഒരു 2 days ഒക്കെ അത് ലാസ്റ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് തണുത്തതോ ചൂടുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ കുറച്ച് പേർക്ക് ബ്ലീഡിങ് ഉണ്ടാവും. അത് ആ ടെമ്പററി, ഞാൻ പറഞ്ഞ പോലെ ടെമ്പററി ആയിട്ട് തന്നെയാണ് പല്ല് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ കുറച്ച് പേർക്ക് ബ്ലീഡിങ് ഉണ്ടാവും. ഇത് കൂടുതലായിട്ടും മെഡിക്കലി കോംപ്രമൈസ് ആയിട്ടുള്ള പേഷ്യൻസിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ BP, ഷുഗർ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എല്ലാം ചെക്ക് ചെയ്തിട്ട് നോർമൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുള്ളൂ. സോ പ്രോപ്പറായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ 6 months കൂടുമ്പോഴത്തേക്ക് പീരിയോഡിക്കലി നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ ലെറ്റ് മീ കൺക്ലൂഡ്. നമ്മുടെ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് പൊട്ടിപ്പോവുകയോ എനാമൽ നഷ്ടപ്പെടുകയോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതൊക്കെ തെറ്റായിട്ടുള്ള വെറും ധാരണകൾ മാത്രമാണ്. നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനും മോണയുടെ ആരോഗ്യത്തിനും പല്ല് ക്ലീൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും നമ്മുടെ പല്ലിന് നാശം വരികയോ പല്ലിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ ഒന്നും തന്നെ ഉണ്ടാക്കുന്ന കാര്യമില്ല. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും